ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് സിറ്റുവേഷൻ. ഞാൻ നിങ്ങളുടെ അജിതയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ആടിത്തീർത്ത വേഷങ്ങൾ എന്ന കഥയുടെ രണ്ടാം ഭാഗവുമായിട്ടാണ്. കാർത്തികയുടെ അമ്മ തിരക്കിട്ട ജോലിയിലാണ്. അമ്മ വീണ്ടും മക്കളുടെ അടുത്തേക്ക് ഓടി വന്നു. തണുത്തു വിറച്ചിരിക്കുന്ന മക്കളെ നോക്കി അമ്മ ചോദിച്ചു, തണുക്കുന്നുണ്ടോ മക്കളെ? 4 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഉണ്ടമ്മേ, തണുക്കുന്നു. സന്ധ്യയായിട്ടും ഇതുവരെ അച്ഛനെ കണ്ടില്ലല്ലോ മക്കളെ. അമ്മ വാതിൽക്കൽ വന്ന് പുറത്തേക്ക് നോക്കി. വീണ്ടും അകത്തു ചെന്നു. നേരത്തെ മാറ്റിവെച്ചിരുന്ന ഇഷ്ടികകൾ 2 എടുത്തു. കല്ല് പൊട്ടിക്കുന്ന ചെറിയ ചുറ്റിക ഉപയോഗിച്ച് അതിനെ ഇടിച്ചു പൊടിച്ചു. ഈർപ്പമുണ്ടായ ഭാഗത്ത് ചണച്ചാക്കുകൊണ്ട് ഒപ്പിമാറ്റി അവിടെ ആ ഇഷ്ടികപ്പൊടി വിതറി നല്ല ഉണങ്ങിയ നിലമാക്കി മാറ്റി. അന്നൊക്കെ ഡൈനിങ് ടേബിൾ ഒന്നുമില്ല ആഹാരം കഴിക്കാൻ. അവിടെയും ഇവിടെയും തുളഞ്ഞിരിക്കുന്ന തഴപ്പായ വിരിച്ച് അതിലിരുന്നാണ് എല്ലാവരും ആഹാരം കഴിച്ചിരുന്നത്. നിലം ഉണങ്ങിയ ശേഷം അമ്മ അടുക്കളയിൽ ചെന്നു. അപ്പോഴേക്കും ചുമയ്ക്കുന്ന സൗണ്ട് കേട്ടു. ആ ചുമയുടെ താളം അമ്മയ്ക്ക് നന്നായി അറിയാം. അടുക്കളയിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു, അച്ഛൻ വന്നു എന്ന് തോന്നുന്നു മക്കളെ. ഇത് കേട്ടതും പുതച്ചിരുന്ന അമ്മയുടെ സാരി വലിച്ചു മാറ്റി 4 പേരും ഓടി തിണ്ണയിൽ ചെന്നു. 2 സൈഡും കാറ്റടിച്ച് കീറി 2 കമ്പികളും ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു കൂട. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അപ്പോൾ. തലയിൽ ഒരു ചെറിയ ചാക്ക് അരിയും കുറച്ച് പലചരക്കും. 2 കൈകളിലായി 2 കൂടുകൾ തൂക്കിപ്പിടിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിലാണ് ആ 5 പേരുടെയും പ്രതീക്ഷ. കാരണം ശനിയാഴ്ചയാണ് അച്ഛന് ചിലവുകാശ് കിട്ടുന്നത്. പലഹാരം ഉണ്ടാവും. വേഗം തന്നെ അമ്മ ചൂട് തേയിലവെള്ളം പാത്രത്തിലാക്കി മുറിയിൽ കൊണ്ടുവച്ച് അയ്യയിൽ കിടക്കുന്ന തോർത്തുമുണ്ടും എടുത്തു വന്നു. അച്ഛൻ്റെ കയ്യിലെ കൂടുകൾ മക്കൾ കൈവശപ്പെടുത്തിയിരുന്നു. രേണുകേ, കേശവൻ ഉറക്കെ വിളിച്ചു. ഓടി വന്ന് തലയിലെ ചാക്കുകെട്ട് ഇറക്കി വെച്ചു. തോർത്തുമുണ്ട് കേശവന് നേരെ നീട്ടിക്കൊണ്ട് പിറുപിറുത്തു. കൂടെയുണ്ടായിട്ടും നിങ്ങൾ ഇങ്ങനെ നനയുന്നത് എന്തിനാ? എന്തെങ്കിലും വയ്യാഴിക വന്നാൽ ആരാ ഉള്ളത്? ഈ 4 മക്കളും ഞാനും അല്ലാതെ ആര് കാണും? പരിഭവം പറയുന്നെങ്കിലും അത് നെഞ്ചു കത്തിയാണ് പറയുന്നത്. കാരണം അച്ഛൻ അമ്മയെ ഒരു കാലത്ത് സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ വീട്ടുകാരോ അച്ഛൻ്റെ വീട്ടുകാരോ ഒരു സഹായത്തിനും ഇല്ലായിരുന്നു. ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ പ്രാരാബ്ധം നിറഞ്ഞ വീട്ടിലേക്ക് അച്ഛൻ പോകാറുണ്ട്. അമ്മയെയും മക്കളെയും തനിച്ചാക്കിയാണ് അച്ഛൻ കോട്ടയത്തുള്ള അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാറ്. തനിച്ചു പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, എല്ലാവരെയും കൊണ്ടുപോകാൻ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ്. പതിവ് പോലെ രാവിലെ അച്ഛൻ 7 മണിയാവുമ്പോൾ ജോലിക്ക് പോകും. അച്ഛൻ പോയി കഴിഞ്ഞ് അമ്മയ്ക്ക് നല്ല ജോലിയാണ്. മക്കളെ സ്കൂളിൽ അയക്കണമല്ലോ. വെള്ളയിൽ പച്ച നിറത്തിൽ വള്ളിയുള്ള ലൂണാർ ചെരുപ്പാണ് എല്ലാവർക്കും. ഓരോരുത്തരും ഓരോ ചെറുപാത്രത്തിൽ വെള്ളവും സിന്തോൾ സോപ്പും എടുത്ത് കുളിക്കാൻ കെട്ടിയെടുത്ത ചാക്കു മറച്ച ഒരു കൊച്ചു മറപ്പുരയുടെ വശത്തേക്ക് പോകും. എന്നെങ്കിലും പറ്റുന്ന കാലത്ത് വീട് പണിയാൻ തറയ്ക്ക് വേണ്ടി കൂട്ടിയിരുന്ന കല്ലുകൾ നല്ല ഭംഗിയുള്ളത് നോക്കി അതിന് മുകളിലാണ് ചെരുപ്പ് കഴുകി വെക്കുന്നത്. വെള്ളം കോരി ഒഴിക്കുന്നത് കാണുമ്പോൾ അമ്മ ശകാരിക്കും. ഓരോരുത്തരെ കുളിപ്പിച്ച് എടുത്ത് ചെരുപ്പ് നിലത്ത് വെച്ച് അതിൽ നിർത്തും. മുടി പറ്റി വെട്ടിയേക്കുന്നത് കൊണ്ട് മുടിയിൽ ചിത്രപ്പണികളൊന്നും തന്നെയില്ല. വെറുതെ ചീകി ഒതുക്കി വെക്കാറാണ് പതിവ്. അതിനുശേഷം മൈദമാവിൻ്റെ ദോശയും പരിപ്പുകറിയും. കലേഷും കാർത്തികയും സ്കൂളിലേക്കും കവിത അംഗൻവാടിയിലേക്കും കലമോൾ അമ്മയോടൊപ്പവും പോവും. മക്കളെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ അമ്മ കലമോളെയും കൊണ്ട് തേയിലക്കാട്ടിൽ പോകും. തേയിലച്ചുള്ളിൽ പെറുക്കി കൂട്ടും. കെട്ടി ഓരോ കെട്ടായി കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് അമ്മ നടന്നു വരും. ഉച്ചയ്ക്ക് ചോറ് വെക്കുന്നത് പതിവില്ല. കഞ്ഞിയായിട്ട് വെച്ചാൽ എല്ലാവർക്കും തികയും. അതുകൊണ്ട് കഞ്ഞിയും വെള്ളവുമാണ്. വിറക് ചുമന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചുമടാണ്. കിഴക്കു ഭാഗത്തോട്ട് ചെറിയ കുളമുണ്ട്. അതിൽ നിന്നാണ് കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്നത്.